ഹലോ അസ്സലാമു അലൈക്കും. മൈ ഹങ്കർ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഞാൻ ഷംസിദ സർഫ്രാസ്. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. കോവിഡിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോയിൽ കുറച്ച് വൈകിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. ഗുലാബ് ജാമുൻ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് ഗുലാബ് ജാമുൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. 1.5 കപ്പ് മിൽക്ക് പൗഡർ, ഇതിന് 1/2 കപ്പും കൂടി വേണം. ഞാനിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 1 കപ്പിൽ എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 കപ്പ് മൈദ, 1.5 കപ്പ് പഞ്ചസാര, 1 നുള്ളു ബേക്കിംഗ് സോഡ, 2 ടീസ്പൂൺ ഗീ, 1 കപ്പ് മിൽക്ക്, പിന്നെ 3-4 ഏലക്കായ്. ഞാൻ എല്ലാ അളവും എടുത്തിരിക്കുന്നത് ഈ കപ്പിൻ്റെ അളവിലാണ്. പിന്നെ നിങ്ങൾക്ക് പഞ്ചസാര പിന്നെ ലായനി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ വേണ്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ സാഫ്രോണും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാൻ ഫസ്റ്റ് ഒരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഗീ ഒഴിക്കാം. നമുക്കിനി ഇത് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. എല്ലാം ഞാൻ ഈ കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിതൊന്ന് 2-3 മിനിറ്റ് ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിതിൽ 1 കപ്പ് ഇട്ട് കഴിക്കട്ടെ. ഇനി നമുക്ക് ബാക്കി 1/2 കപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം കട്ട കെട്ടാണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് കട്ടാൻ കഴിയാൽ ഇത് കുറുകി വരുന്നുണ്ട്. ഇത് നല്ലോണം കുറുകി ഒരു എന്താ പറയുക വറ്റി വരണം. ഈ ബാറ്റർ നമുക്ക് ഇങ്ങനെ കടായിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇത് കുറച്ചും കൂടി കുറുകി വരണം. ഇനിയും ഇത് നല്ലോണം കട്ടയായിട്ട് വന്നിട്ടുണ്ട്. ഇത്ര കട്ടിയാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഇതിന് നല്ലോണം ചൂടാറിയതിൻ്റെ ശേഷം ഇതിൻ്റെ ബാക്കി നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അത് തണിയുന്ന ടൈം കൊണ്ട് നമുക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാം. ഞാൻ 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ സാഫ്രോണും ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതിൽ 2-3 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇതിനെ നല്ലോണം തിളച്ച് ഒന്ന് കുറുകി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സാഫ്രോൺ ചേർത്താൽ ഇതിലേക്ക് കുറച്ചും കൂടി കളറെല്ലാം നല്ലൊരു ഓറഞ്ച് കളറായിട്ട് വരും. എൻ്റെ അടുത്തിപ്പോൾ സാഫ്രോൺ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചേർക്കാണ്ടിരുന്നത്. ഇത് ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഫുള്ള് മൈദ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇത് കുഴച്ചിട്ട് എത്ര വേണമെന്ന് നമുക്ക് നോക്കാം പാലിൻ്റെ.
അളവ്. ഫസ്റ്റ് നമുക്ക് 1 സ്പൂൺ ഒഴിച്ചിട്ട് നോക്കാം. ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കുഴച്ചിട്ട് മാവ് പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇതിൽ 1 സ്പൂണും കൂടി നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ഉണ്ടായിരിക്കണം, അധികം കട്ടി ഉണ്ടാവാൻ പാടില്ല. നമുക്ക് കുറച്ചും കൂടി പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി ഒഴിച്ചെടുക്കണം. നല്ലപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ടോട്ടൽ 4 ടേബിൾ സ്പൂൺ പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് കുഞ്ഞു ബൗളാക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ഇത് നല്ലോണം കുഴച്ചിട്ട് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഇതെല്ലാം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ബോളാക്കി മാറ്റാം. ഈ അളവിലുള്ള മതി. ഇത് നമുക്കിപ്പോൾ എണ്ണയിലിട്ടാൽ ഒന്നും കൂടി പൊന്തി വരും. ഈ അളവിലുള്ളതാണ് നമുക്ക് ആവശ്യമുള്ളൂ. ഇതുപോലത്തെ ബാക്കി കൂടി ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം. നല്ലോണം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലൊക്കെ ഇതിട്ടെടുക്കാം. ഞാൻ എടുത്ത അളവിൽ എനിക്ക് 40-45 ബോള് ഇതാണ് കിട്ടിയിരിക്കുന്നത്. നല്ലോണം മുങ്ങിപ്പൊരിയുന്ന അത്രയും എണ്ണ ഉപയോഗിക്കണം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല ബ്രൗൺ കളറായി നമുക്ക് പഞ്ചസാര സിറപ്പിലേക്ക് ഇട്ടുകൊടുക്കാം. അങ്ങനെ നമ്മൾ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.